അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത് ഹീറ്റ്, ടെമ്പറേച്ചർ അതിനൊക്കെ പറ്റിയാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ഇക്വേഷൻസ് അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ടെമ്പറേച്ചർ എന്താണെന്ന്. ടെമ്പറേച്ചർ മീൻസ് ഇറ്റ് ഈസ് എ റിലേറ്റീവ് മെഷർ ഓർ ഇൻഡിക്കേഷൻ ഓഫ് ഹോട്ട്നെസ്. എന്താണ് ഹോട്ട്നെസ്? അതിൽ എത്രത്തോളം ചൂടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എന്ത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഹീറ്റ് എന്താണ്? ഹീറ്റ് എന്താ? രണ്ട് ബോഡിയോ, ഇപ്പോൾ സപ്പോസ് രണ്ട് ബോഡി ഉണ്ട്, എയും ബിയും. ഇവർ എനർജീനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ എന്താവും? ഒരു ഹീറ്റ് പുറത്തോട്ടിടും. അല്ലെങ്കിൽ ഒരു സിസ്റ്റവും അതിൻ്റെ സറൗണ്ടിങ്സും തമ്മിൽ എന്തുണ്ടാവും? ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. ഈ ടെമ്പറേച്ചർ ഡിഫറൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹീറ്റ് എന്ന് വിളിക്കുക. അവരുണ്ടാവുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ആണല്ലോ ഹീറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം. അപ്പോൾ അതാണ് ഹീറ്റ് എന്താന്ന് പറയുമ്പോൾ. പിന്നീട് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് റിലേഷൻ കണക്റ്റിംഗ് കെൽവിൻ ആൻഡ് സെൽഷ്യസ് ടെമ്പറേച്ചർ. അതായത് ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ രണ്ട് ടേംസിലാണ് തരിക. ഒന്നല്ലെങ്കിൽ കെൽവിനിൽ തരും, അല്ലെങ്കിൽ സെൽഷ്യസിൽ തരും. അപ്പോൾ കെൽവിനിൽ തന്നിട്ടുള്ള സെൽഷ്യസിൽ തന്നിട്ടുള്ള ഒരു ടെമ്പറേച്ചറിനെ കെൽവിൻ ആക്കാൻ നമുക്ക് എന്ത് മതി? T is equal to TC plus 273.15. അതായത് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 273 ആഡ് ചെയ്താൽ അത് കെൽവിൻ്റെ ടേംസിൽ കിട്ടും. ഇനി സെൽഷ്യസ് തന്നിട്ടുള്ള സെൽഷ്യസും, അതായത് ടെമ്പറേച്ചർ വേറൊരു ടേമിനും റെപ്രസെൻ്റ് ചെയ്യും. സെൽഷ്യസ് അതുപോലെ ഫാരൻഹീറ്റ്, സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് TF minus 32/180 is equal to TC/100. ഇതൊക്കെ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാനാണ് ഇതൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് ബോയിൽസ് ലോ എന്താണെന്ന് നോക്കാം. ബോയിൽസ് ലോ എന്ന് വെച്ചാൽ എന്താ? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഒരു ഗ്യാസിൻ്റെ പ്രഷർ അതിൻ്റെ വോളിയത്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് അതിനെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? P പ്രൊപ്പോർഷണൽ ടു 1/V. അതായത് പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? വോളിയം കുറയും. ഇതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് P പ്രൊപ്പോർഷണൽ ടു 1/V, P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V. രണ്ടും ഒന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. അതായത് PV എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. PV ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ബോയിൽസ് ലോ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? ചാൾസ് ലോ. നെക്സ്റ്റ് ചാൾസ് ലോ എന്താണെന്ന് നോക്കാം. ചാൾസ് ലോ എന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. നേരത്തെ ബോയിൽസ് ലോയിൽ ടെമ്പറേച്ചർ ആയിരുന്നു കോൺസ്റ്റൻ്റ് എങ്കിൽ ഇവിടെ പ്രഷറാണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എന്തായിരിക്കും? ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് അതിന് ടെമ്പറേച്ചറിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് പി അല്ല, ഇവിടെ വോളിയം അല്ലേ, ഇപ്പോൾ V പ്രൊപ്പോർഷണൽ ടു T. അതായത് വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും. ഇതാണ് ചാൾസ് ലോ പറയുന്നത്. അതായത് V/T എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. V/T എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ T എന്നുള്ളത് ടേം ഇപ്പുറത്തോട്ട് വരുമ്പോൾ V/T ആവും. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിന് പകരം ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ V/T is equal to a കോൺസ്റ്റൻ്റ് എന്ന് വരും. നെക്സ്റ്റ് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ നോക്കാം. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ PV is equal to nRT. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസാണ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ്, P എന്ന് പറയുന്നത് പ്രഷർ, V എന്ന് പറയുന്നത് വോളിയം. അപ്പോൾ R is equal to
ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.314 മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. NRT എന്നും പറയാറുണ്ട്, അതുപോലെ μRT എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. PV = μRT എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ 0 കെൽവിൻ എന്താണെന്ന് നോക്കാം. ദ മിനിമം ടെമ്പറേച്ചർ ഫോർ ഐഡിയൽ ഗ്യാസ്. ഒരു ഐഡിയൽ ഗ്യാസിന് വേണ്ട മിനിമം ടെമ്പറേച്ചറിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ആബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ 0 കെൽവിൻ വിളിക്കുക. അതിൻ്റെ വാല്യൂ ആണ് -273.15 ഡിഗ്രി സെൽഷ്യസ്. 15 ഡിഗ്രി സെൽഷ്യസ് മിനിമം ടെമ്പറേച്ചർ ഫോർ ഐഡിയൽ ഗ്യാസ്. ഒരു ഐഡിയൽ ഗ്യാസിന് വേണ്ട മിനിമം ടെമ്പറേച്ചറാണ് നമ്മൾ വിളിക്കുക ആബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ 0 കെൽവിൻ എന്ന് വിളിക്കുക. നെക്സ്റ്റ് നമുക്ക് തെർമൽ എക്സ്പാൻഷൻ എന്താണെന്ന് നോക്കാം. തെർമൽ എക്സ്പാൻഷൻ എന്താ? ദ ഇൻക്രീസ് ഇൻ ഡയമെൻഷൻസ് ഓഫ് എ ബോഡി ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ടെമ്പറേച്ചർ. അതായത് ഇപ്പോൾ നമ്മളൊരു ബോഡീനെ എന്ത് ചെയ്തു, സപ്പോസ് റെക്റ്റാങ്കിൾ ബോഡീനെ ഇങ്ങനെ ഹീറ്റ് ചെയ്തു, റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ബോഡീനെ ഇങ്ങനെ ഹീറ്റ് ചെയ്തു. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താവും? അതിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂടി വിചാരിച്ചോ, അതുപോലെ ബ്രെഡ്ത്തും കൂടി, ലെങ്ത്തും കൂടി ബ്രെഡ്ത്തും കൂടി. അപ്പോൾ എന്ത് ചെയ്തു? ഈ ലെങ്ത്ത് ബ്രെഡ്ത്താണല്ലോ അതിൻ്റെ ഡയമെൻഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻസിലുള്ള ഇൻക്രീസ്, ടെമ്പറേച്ചർ കൂട്ടി നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻസിന് ഉണ്ടാകുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തെർമൽ എക്സ്പാൻഷൻ. ഒരു ബോഡീൻ്റെ തെർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കുക. അടുത്ത നമുക്ക് ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ഹീറ്റ് എക്സ്പാൻഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഇതൊക്കെ നോക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് α L = ΔL/L ΔT. അതായത് അതിന് ലൈൻസിൽ വരുന്ന അതിൻ്റെ ഡയമെൻഷൻസിൽ വരുന്ന ചേഞ്ചാണ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. α L = ΔL/L ΔT. അതുപോലെ ഏരിയ എക്സ്പാൻഷനിൽ വരുന്നത് അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ΔA/A ΔT. വോളിയം എക്സ്പാൻഷനിൽ വരുന്നത് α V = ΔV/V ΔT. ഈ α-Lഉം α-Aയും α-Vയും തമ്മിലുള്ള റേഷ്യോ ആണ് α-L α-A α-V എന്ന് പറയുന്നത്. അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2:3 ആണ്. 1:2:3.